നമ്മളിന്ന് ചെന്തെങ്ങിൻ്റെ കരിക്ക് വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ കരിക്കൊന്ന് വെട്ടിയെടുക്കാം. ഇതിൻ്റെ കാമ്പും വെള്ളവും വേറെ വേറെ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ കരിക്കെല്ലാം വെട്ടിയെടുത്തിട്ട് വെള്ളം വേറെയും അതിൻ്റെ തേങ്ങ വേറെയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ കരിക്ക് എടുത്തു വച്ചേക്കണതും പഞ്ചസാരങ്ങളും കൂടി അടിച്ചെടുക്കാം. നമ്മൾ 3 തേങ്ങയുടെ കരിക്കും വെള്ളമാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കണത്. ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ആ കരിക്കിൻ്റെ വെള്ളം എടുത്ത് വെച്ചേക്കണതും ഒരു 2 ഏലക്കയും കൂടെ ഇട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളവും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കണം. അതൊരു നല്ല ടേസ്റ്റ് കിട്ടും ഐസ്ക്രീം ഇടുമ്പോൾ. എന്നിട്ട് ഇതൊന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാകത്തിലാണ് കിട്ടിയേക്കണത്. ഇനി ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. ജ്യൂസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് കുറച്ച് ബൂസ്റ്റ്, ഇത് കുറച്ച് കാഷ്യൂവും ബദാമും പിസ്തയും കൂടി നുറുക്കി വെച്ചേക്കണതാണ്. അപ്പോൾ ഇതും കുറച്ച് മീതെ തൂളി കൊടുക്കും. അപ്പോൾ നമ്മുടെ കരിക്കൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.